അവശേഷിപ്പിച്ച മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ, മുൻ പ്രസിഡന്റുമാർ, ബ്രിട്ടീഷ് രാജകുടുംബം, ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞർ, ഇവരെയെല്ലാം ഒരു നൂലിൽ കോർത്തതുപോലെ ബന്ധിപ്പിച്ചു നിർത്തിയ ഒരാൾ, ജെഫ്രി എപ്സ്റ്റീൻ. ആരായിരുന്നു ഇയാൾ? ഒരു ഫിനാൻഷ്യർ, ഒരു ബുദ്ധിജീവി, അതോ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി? ഈ ഡോക്യുമെന്ററിയിലൂടെ നമ്മൾ തിരയുന്നത് എപ്സ്റ്റീൻ എന്ന നിഗൂഢതയുടെ പേരുകളാണ്. 1953 ജനുവരി 20 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ ജനിക്കുന്നത്. ഒരു ഇടത്തരം കുടുംബം. അച്ഛൻ പാർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരൻ. കുട്ടിക്കാലം മുതൽക്കേ ഗണിതശാസ്ത്രത്തിലും സംഗീതത്തിലും എപ്സ്റ്റീൻ അസാമാന്യ പ്രതിഭ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ നമുക്ക് പരിചിതമായ രീതിയിലുള്ള ഒരു പഠനകാലമായിരുന്നില്ല അത്. കോപ്പർ യൂണിയനിലും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചെങ്കിലും അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയില്ല. ഒരു ഡിഗ്രി പോലുമില്ലാത്ത ഈ യുവാവാണ് പിന്നീട് ലോകത്തെ നിയന്ത്രിക്കുന്നവരുടെ ഇടയിലേക്ക് നടന്നു കയറിയത്. 1974 ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ ഡാൾട്ടൺ സ്കൂളിൽ എപ്സ്റ്റീൻ മാത്തമാറ്റിക്സിൽ ടീച്ചറായി ജോലിയിൽ പ്രവേശിക്കുന്നു. ഇവിടെയാണ് ചോദ്യചിഹ്നം ഉയരുന്നത്. ഡിഗ്രി പോലുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഉന്നതന്മാരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ടീച്ചറായത്? അന്നത്തെ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ സ്വാധീനം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്ലാസ് മുറികളിൽ അയാൾ തിളങ്ങി നിന്നു. പക്ഷേ അധ്യാപനത്തെക്കാൾ ഉപരിയായി ആ സ്കൂളിലെത്തുന്ന അതിസമ്പന്നരായ രക്ഷിതാക്കളുമായി ബന്ധമുണ്ടാക്കാനാണ് എപ്സ്റ്റീൻ ശ്രമിച്ചത്. അവിടെ വെച്ചാണ് അയാൾ ബിയർ സ്റ്റേൺസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ തലവനായിരുന്ന അലൻ ഗ്രീൻബെർഗിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം എപ്സ്റ്റീന്റെ ജീവിതം മാറ്റിമറിച്ചു. അധ്യാപകന്റെ കുപ്പായം അഴിച്ചു വെച്ച് എപ്സ്റ്റീൻ വാൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ബിയർ സ്റ്റേൺസ് കമ്പനിയിൽ അയാൾ അതിവേഗം വളർന്നു. കണക്കുകളിലെ കളി നന്നായി അറിയാമായിരുന്ന എപ്സ്റ്റീൻ കോടീശ്വരന്മാരുടെ നികുതി വെട്ടിക്കാനും പണം കൈകാര്യം ചെയ്യാനും പ്രത്യേകം മിടുക്ക് കാണിച്ചു. 1982 അയാൾ സ്വന്തമായ ഒരു കമ്പനി തുടങ്ങി, ജെ എപ്സ്റ്റീൻ ആൻഡ് കമ്പനി. ഇതിന്റെ പ്രത്യേകത എന്താണെന്നോ? ചുരുങ്ങിയത് $100 ദശലക്ഷം, അതായത് ഏകദേശം 800 കോടി രൂപയെങ്കിലും കയ്യിലുള്ളവർക്ക് മാത്രമേ അയാളുടെ ഇടപാടുകാരനാകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ആരും കണ്ടിട്ടില്ലാത്ത ഈ കമ്പനി എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്? ആർക്കൊക്കെ വേണ്ടിയാണ് എപ്സ്റ്റീൻ പണം നിക്ഷേപിച്ചിരുന്നത്? ഇന്നും അത് വലിയൊരു രഹസ്യമാണ്. എപ്സ്റ്റീന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ലെസ് വെക്സ്നർ, പ്രശസ്തമായ വിക്ടോറിയ സീക്രട്ട് ബ്രാൻഡിന്റെ ഉടമ. വെക്സ്നറുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അധികാരം എപ്സ്റ്റീന് ലഭിച്ചു. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ബംഗ്ലാവുകളിൽ ഒന്ന് വെക്സ്നർ എപ്സ്റ്റീന് സമ്മാനിച്ചു. വെറുമൊരു മണി മാനേജർക്ക് എന്തിനാണ് ഇത്രയുമധികം ആനുകൂല്യം നൽകിയത്? പലരും സംശയിക്കുന്നത് പോലെ വെക്സ്നറുടെ തണലിലാണോ എപ്സ്റ്റീൻ തന്റെ ഇരുണ്ട സാമ്രാജ്യം പടുത്തുയർത്തിയത്? പണം വന്നു ചേർന്നതോടെ എപ്സ്റ്റീന്റെ ജീവിത രീതി മാറി. സ്വകാര്യ വിമാനങ്ങൾ, വൻ ബംഗ്ലാവുകൾ, അതിസമ്പന്നരായ സുഹൃത്തുക്കൾ. ഈ കാലയളവിലാണ് ഗിലെൻ മാക്സ്വെൽ അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ബ്രിട്ടീഷ് പത്രമാധ്യമ ഭീമൻ റോബർട്ട് മാക്സ്വെല്ലിന്റെ മകൾ. അവളിലൂടെ എപ്സ്റ്റീൻ യൂറോപ്പിലെ രാജകുടുംബങ്ങളിലേക്കും ഉന്നത രാഷ്ട്രീയക്കാരിലേക്കും എത്തിപ്പെട്ടു. എന്നാൽ ഈ തിളക്കങ്ങൾക്കിടയിലും ചില അടക്കം പറച്ചിലുകൾ ഉയർന്നു തുടങ്ങിയിരുന്നു. എപ്സ്റ്റീന്റെ വീട്ടിൽ സന്ദർശകരായി എത്തുന്ന പെൺകുട്ടികൾ, അർദ്ധരാത്രിയിലെ പാർട്ടികൾ. വെറും ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരിയായി എപ്സ്റ്റീൻ മറ്റെന്തോ ലക്ഷ്യം വെക്കുന്നുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയുമായുള്ള ബന്ധത്തിന് തുടക്കം കൂടിയായിരുന്നു ഈ കാലഘട്ടം. ഒരു സാധാരണ അധ്യാപകനിൽ നിന്നും ആഗോളതലത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായി എപ്സ്റ്റീൻ വളർന്നത് അത്ഭുതകരമാണ്. എന്നാൽ ഈ വളർച്ചയുടെ പിന്നിൽ ഒരു ചതുരംഗ കളി ഉണ്ടായിരുന്നു. അധികാരവും പണവും ലൈംഗികതയും ആയുധമാക്കി മാറ്റിയ ഒരു കളി. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് എപ്സ്റ്റീൻ എങ്ങനെയാണ് തന്റെ ക്രൂരതകൾക്കായി ഒരു പ്രൈവറ്റ് ഐലൻഡ് തന്നെ സ്വന്തമാക്കിയത് എന്നാണ്. ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് എന്ത് ക്രൂരതയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അതായിരുന്നു ജെഫ്രി എപ്സ്റ്റീന്റെ സ്വപ്നം. 1998 കരീബിയൻ കടലിലെ വിർജിൻ ഐലൻഡ്സിലുള്ള ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപ് എപ്സ്റ്റീൻ സ്വന്തമാക്കുന്നത്. ഏകദേശം $8 ദശലക്ഷം നൽകി വാങ്ങിയ ഈ 70 ഏക്കർ ഭൂമി പിന്നീട് ലോകം അറിയപ്പെട്ടത് ലോലിത ഐലൻഡ് എന്നും
ഓർജി ഐലൻഡ് എന്നുമായിരുന്നു. പുറം ലോകത്തിന് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നെങ്കിൽ അവിടെ എത്തിയ പെൺകുട്ടികൾക്ക് അതൊരു നരകവാതിലായിരുന്നു. ഈ ദ്വീപിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അവിടെയുള്ള വിചിത്രമായ കെട്ടിടങ്ങളാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു നീലയും വെള്ളയും വരകളുള്ള ക്ഷേത്രം പോലെ തോന്നിപ്പിക്കുന്ന ഒരു കെട്ടിടം. ഇതിന്റെ മുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു താഴിക കുടം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കെട്ടിടത്തിന് ജനലുകളില്ലായിരുന്നു. വാതിലുകൾ ഒരു ലോക്ക് കൊണ്ട് പൂട്ടിയ നിലയിലായിരുന്നു. എന്തിനായിരുന്നു ഈ രഹസ്യ കെട്ടിടം? അവിടെ അതിശക്തമായ സൗണ്ട് പ്രൂഫിംഗ് നടത്തിയിരുന്നതായി പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. നിലവറകളിൽ എന്താണ് നടന്നിരുന്നത് എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഉത്തരമില്ല. എപ്സ്റ്റീന് തനിച്ചിതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇവിടെയാണ് ഗിലൈൻ മാക്സ്വെല്ലിന്റെ റോൾ വരുന്നത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് അവരെ വിശ്വസിക്കാൻ എളുപ്പമായിരുന്നു. മോഡലിംഗ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും പണം നൽകിയും ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ഗിലൈൻ വലയിലാക്കി. അവരെ ഈ സ്വകാര്യ ദ്വീപിലെത്തിച്ച് എപ്സ്റ്റീന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിലേക്ക് കാഴ്ചവെക്കുക എന്നതായിരുന്നു ഗിലൈന്റെ ചുമതല. ദ്വീപിലെ ജോലിക്കാർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആരും ഒന്നും കാണരുത്, കേൾക്കരുത്. ഈ ദ്വീപിലേക്ക് അതിഥികളെയും പെൺകുട്ടികളെയും എത്തിക്കാൻ എപ്സ്റ്റീൻ ഉപയോഗിച്ചിരുന്നത് അയാളുടെ സ്വകാര്യ വിമാനമായിരുന്നു, ബോയിങ് 727 വിമാനം. ഇതിനെയാണ് പിൽക്കാലത്ത് മാധ്യമങ്ങൾ ലോലിത എക്സ്പ്രസ് എന്ന് വിളിച്ചത്. ഈ വിമാനത്തിലെ യാത്രാരേഖകൾ പുറത്തു വന്നപ്പോൾ ലോകം ഞെട്ടിപ്പോയി. അമേരിക്കൻ പ്രസിഡന്റുമാർ മുതൽ ഹോളിവുഡ് താരങ്ങൾ വരെ ആ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഈ വിജനമായ ദ്വീപിലേക്ക് പോയത്? കേവലം അവധിക്കാലം ആഘോഷിക്കാനോ അതോ എപ്സ്റ്റീൻ ഒരുക്കിയ ചതിക്കുഴികളിൽ വീഴാനോ? എപ്സ്റ്റീൻ വെറുമൊരു കുറ്റവാളി മാത്രമായിരുന്നില്ല, അയാൾ ഒരു ബുദ്ധിമാനായ വേട്ടക്കാരനായിരുന്നു. ദ്വീപിലെ ഓരോ മുറിയിലും രഹസ്യ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. തന്റെ അതിഥികളായി എത്തുന്ന പ്രമുഖർ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എപ്സ്റ്റീന്റെ ലക്ഷ്യം. ഇതുകൊണ്ടാണ് ലോകത്തെ വമ്പൻ സ്രാവുകൾ എപ്സ്റ്റീന്റെ പരിധിയിൽ വന്നത്. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരിക്കുന്നവർ പോലും ഈ ദ്വീപിലെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് ഭയപ്പെട്ടിരുന്നു. വർഷങ്ങൾക്കിപ്പുറം വിർജീനിയ ഗിഫ്രെ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. അവർ വിവരിച്ച കഥകൾ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ സ്രാവുകൾ നിറഞ്ഞ കടലിന് നടുവിൽ തങ്ങൾ അനുഭവിച്ച ക്രൂരതകൾ അവർ കോടതിയിൽ വിളിച്ചു പറഞ്ഞു. അവിടെ നിയമങ്ങളില്ലായിരുന്നു, എപ്സ്റ്റീൻ മാത്രമായിരുന്നു അവിടുത്തെ ദൈവം. ലിറ്റിൽ സെന്റ് ജെയിംസ് വെറും ഒരു ദ്വീപായിരുന്നില്ല, അത് ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യരുടെ ബലഹീനതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു ലോക്കറായിരുന്നു. എന്നാൽ ഈ സാമ്രാജ്യം തകരാൻ അധികകാലം വേണ്ടി വന്നില്ല. തുടർന്ന് നമ്മൾ പരിശോധിക്കുന്നത് എപ്സ്റ്റീന്റെ ഈ അധോലോകത്തിലേക്ക് നടന്നു കയറിയ ആ പ്രമുഖർ ആരൊക്കെയായിരുന്നു എന്നാണ്. ക്ലിന്റൺ മുതൽ ട്രംപ് വരെ നീളുന്ന ആ പട്ടിക കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് കേൾക്കുമ്പോൾ ലോകം ഭയക്കുന്നത് അയാൾ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അയാളുടെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്ന ആളുകളുടെ പേരുകൾ കേട്ടിട്ടുകൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ, ബ്രിട്ടീഷ് രാജകുമാരൻ, ലോക കോടീശ്വരന്മാർ, ഇവരെയൊക്കെ തന്റെ വിരൽത്തുമ്പിൽ നിർത്താൻ എപ്സ്റ്റീൻ എന്ന കുറ്റവാളിക്ക് എങ്ങനെ സാധിച്ചു? അധികാരത്തിന്റെ ഉന്നതിയിലുള്ളവരുമായി അയാൾ നെയ്തുകൂട്ടിയ ബന്ധങ്ങളുടെ ആഴം ഇന്നും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രണ്ട് പേരുകളാണ് ബിൽ ക്ലിന്റണും ഡൊണാൾഡ് ട്രംപും. ഇവർ രണ്ടുപേരും പലപ്പോഴായി എപ്സ്റ്റീന്റെ കൂടെ കാണപ്പെട്ടിട്ടുണ്ട്. എപ്സ്റ്റീന്റെ വിമാനത്തിൽ ക്ലിന്റൺ പലതവണ യാത്ര ചെയ്തതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രൂവുമായുള്ള അയാളുടെ അടുത്ത ബന്ധം വലിയൊരു അന്താരാഷ്ട്ര വിവാദമായി. പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾക്ക് എപ്സ്റ്റീന്റെ ദ്വീപുമായുള്ള ബന്ധം തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ അത് രാജകുടുംബത്തെ പോലും ഉലച്ചു കളഞ്ഞു. രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെയും അയാൾ വിലക്കെടുത്തിരുന്നു. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് എന്നിവരുടെ പേരുകൾ പോലും എപ്സ്റ്റീൻ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. തന്റെ ബുദ്ധിശക്തിയും പണവും ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലകളായ ഹാർവാർഡിലും MIT-യിലുമൊക്കെ അയാൾ വൻതോതിൽ പണം നിക്ഷേപിച്ചു. എന്തിനായിരുന്നു ഈ നിക്ഷേപങ്ങൾ? തന്റെ അധാർമികമായ ജീവിതത്തിന്
ഒരു മാന്യതയുടെ മുഖംമൂടി അണിയാനായിരുന്നു അയാൾ ഇവരെയൊക്കെ കൂട്ടുപിടിച്ചത്. എപ്സ്റ്റീൻ ഇത്രയധികം പ്രമുഖരെ തന്റെ വലയിലാക്കിയത് വെറുതെയല്ല. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനു വേണ്ടിയാണോ അയാൾ പ്രവർത്തിച്ചിരുന്നത് എന്ന് സംശയം പലരും ഉയർത്തുന്നുണ്ട്. ഉന്നതരായ വ്യക്തികളെ ലൈംഗിക കെണിയിൽപ്പെടുത്തി അവരുടെ രഹസ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോ അയാൾ ശ്രമിച്ചത്? എങ്കിൽ എപ്സ്റ്റീൻ വെറും ഒരു കുറ്റവാളിയല്ല, മറിച്ച് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഒരു നിഗൂഢ ശൃംഖലയുടെ കണ്ണി കൂടിയാണ്. ഈ പ്രമുഖരുടെയൊക്കെ പേരുകൾ ലിസ്റ്റിൽ വന്നതോടെയാണ് ലോകം ഒന്നടങ്കം നടുങ്ങിയത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്ത് പാപവും മൂടിവെക്കാമെന്ന് വിശ്വസിച്ച എപ്സ്റ്റീന്റെ തകർച്ചയുടെ തുടക്കം അവിടെയായിരുന്നു. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയധികം സ്വാധീനമുള്ള ആ മനുഷ്യൻ എങ്ങനെയാണ് നിയമത്തിന്റെ പിടിയിലായതെന്നും അയാളുടെ ദുരൂഹമായ മരണത്തെക്കുറിച്ചുമാണ്. എപ്സ്റ്റീന്റെ പാപങ്ങളുടെ സാമ്രാജ്യം എന്നേക്കുമായി നിലനിൽക്കുമെന്ന് അയാൾ കരുതിയിരിക്കാം. എന്നാൽ 2000കളുടെ മധ്യത്തോടെ അയാളുടെ ക്രൂരതകൾ പുറംലോകം അറിഞ്ഞു തുടങ്ങി. 2008 ഫ്ലോറിഡയിൽ വെച്ച് അയാൾ ആദ്യമായി പിടിയിലായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നതായിരുന്നു കുറ്റം. ആജീവനാന്തം ജയിലിൽ കഴിയേണ്ട കുറ്റമായിരുന്നു അത്. പക്ഷേ അവിടെയാണ് അധികാരത്തിന്റെ കളി നടന്നത്. പ്രോസിക്യൂട്ടർമാരുമായി ഉണ്ടാക്കിയ ഒരു രഹസ്യ ഒത്തുതീർപ്പിലൂടെ അയാൾക്ക് ലഭിച്ചത് വെറും 13 മാസത്തെ തടവ് മാത്രമായിരുന്നു. അതും പകൽ സമയം പുറത്തുപോയി ജോലി ചെയ്യാൻ അനുവാദമുള്ള തടവ്. നിയമവ്യവസ്ഥയെ അയാൾ എത്രത്തോളം വിലക്കെടുത്തു എന്നതിന്റെ തെളിവായിരുന്നു അത്. കാലം എപ്പോഴും കുറ്റവാളികളെ ഒളിപ്പിച്ചു വെക്കില്ല. 2019 ജൂലൈയിൽ ന്യൂയോർക്കിലെ ടിറ്റർബോറോ എയർപോർട്ടിൽ വെച്ച് എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ തവണ അയാൾക്ക് രക്ഷപ്പെടാൻ പഴുതുകളില്ലായിരുന്നു. ഫ്ലോറിഡയിലെ പഴയ ഇരകൾക്കൊപ്പം പുതിയ ഇരകളും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നു. അയാളുടെ ന്യൂയോർക്കിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പ്രമുഖരുടെ രഹസ്യങ്ങൾ അടങ്ങിയ ഫോട്ടോകളും രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ തവണ അയാൾ പുറത്തിറങ്ങില്ലെന്ന് ഉറപ്പായി. അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിൽ ഒന്നായ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിലാണ് അയാളെ പാർപ്പിച്ചത്. 2019 ഓഗസ്റ്റ് 10 ലോകത്തെ ഞെട്ടിച്ച ആ വാർത്ത പുറത്തു വന്നു. ജെഫ്രി എപ്സ്റ്റീൻ ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ആദ്യത്തെ തവണ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് പറഞ്ഞ് നിരീക്ഷണത്തിലായിരുന്ന ഒരാൾ എങ്ങനെയാണ് രണ്ടാമത്തെ തവണ ഇത്ര പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത്? അവിടെയാണ് സംശയങ്ങളുടെ മുന നീളുന്നത്. അന്ന് രാത്രി ആ ജയിലിൽ നടന്ന കാര്യങ്ങൾ തികച്ചും അവിശ്വസനീയമാണ്. ഒന്നാമതായി, അയാളെ നിരീക്ഷിക്കേണ്ടിയിരുന്ന 2 ജയിൽ ഗാർഡുകൾ അന്ന് രാത്രി ഉറങ്ങിപ്പോയി. രണ്ടാമതായി, അയാളുടെ സെല്ലിന് പുറത്തെ CCTV ക്യാമറകൾ കൃത്യം ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നില്ല. മൂന്നാമതായി, ജയിൽ നിയമങ്ങൾ ലംഘിച്ച അയാളെ സെല്ലിൽ തനിച്ചാക്കിയിരുന്നു. അയാളുടെ മരണശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. ഇത് ആത്മഹത്യയല്ല, മറിച്ച് പുറത്തുനിന്നുള്ള ആരെങ്കിലും ചെയ്ത കൊലപാതകമാണെന്ന് പല വിദഗ്ധരും ഇന്നും വിശ്വസിക്കുന്നു. എപ്സ്റ്റീൻ മരിച്ചതല്ല, അയാളെ കൊന്നതാണെന്ന വാദം സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. അധികാരത്തിന്റെ ഉന്നതിയിലുള്ളവർ തങ്ങളുടെ പേരും രഹസ്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി എപ്സ്റ്റീനെ നിശബ്ദനാക്കിയതാണോ? കോടതിയിൽ അയാൾ വാ തുറന്നാൽ പല മഹാന്മാരുടെയും കസേര തെറിക്കുമായിരുന്നു. ആ രഹസ്യങ്ങൾ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ ആ ജയിൽ മുറിയിൽ വെച്ച് അയാളുടെ ശ്വാസം മുട്ടിച്ചതാണോ? സത്യം ഇപ്പോഴും അജ്ഞാതമാണ്. എപ്സ്റ്റീൻ മരിച്ചെങ്കിലും അയാളുടെ കൂട്ടാളി ഗിലെൻ മാക്സ്വെൽ അപ്പോഴും ഒളിവിലായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനകളെ കണ്ടുപിടിച്ച് ഒളിവിൽ കഴിയാൻ അവൾക്ക് കഴിഞ്ഞു. പക്ഷേ അധികകാലം അതിന് സാധിച്ചില്ല. എപ്സ്റ്റീന്റെ മരണം ഒരു അധ്യായത്തിന്റെ അന്ത്യമായിരുന്നു എങ്കിലും അയാളുടെ പക്കലുണ്ടായിരുന്ന ആ രഹസ്യ ഫയലുകൾ എവിടെ പോയി എന്നത് മറ്റൊരു വലിയ ചോദ്യമായി അവശേഷിച്ചു. എപ്സ്റ്റീന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയവർക്ക് തെറ്റി. അയാളുടെ മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകം ആ പേര് മറന്നില്ല. 2024 തുടക്കത്തിൽ ന്യൂയോർക്കിലെ കോടതി ഉത്തരവിനെ തുടർന്ന് നൂറുകണക്കിന് രഹസ്യരേഖകൾ പുറത്തുവിട്ടു. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയലുകൾ. വർഷങ്ങളോളം ജെ ഡോ എന്ന പേരിൽ രഹസ്യമാക്കി വെച്ചിരുന്ന ഇരകളുടെയും സാക്ഷികളുടെയും മൊഴികൾ ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കപ്പെട്ടു. ആയിരക്കണക്കിന് പേജുകളുള്ള ആ രേഖകളിൽ ലോകം കണ്ടത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രമുഖരുടെ പേരുകൾ മാത്രമല്ല, പല പുതിയ വെളിപ്പെടുത്തലുകളും കൂടിയാണ്.
മുൻ പ്രസിഡന്റുമാർക്കും രാജകുമാരന്മാർക്കും പുറമെ ബോളിവുഡ് താരങ്ങളായ പ്രശസ്ത മോഡലുകളും എപ്സ്റ്റീന്റെ വിരുന്നുകളിൽ പങ്കെടുത്തിരുന്നതായി ഈ ഫയലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഈ ഫയലുകളിൽ പേര് വന്നു എന്നതിനർത്ഥം അവരെല്ലാവരും കുറ്റവാളികളാണ് എന്നല്ല. പക്ഷേ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ എങ്ങനെയാണ് ഇത്തരമൊരു കുറ്റവാളിയുമായി ഇത്രയധികം അടുപ്പം സൂക്ഷിച്ചത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഈ ഡോക്യുമെന്ററിയിലെ യഥാർത്ഥ ഹീറോകൾ എപ്സ്റ്റീനോ അയാളുടെ സുഹൃത്തുക്കളോ അല്ല, മറിച്ച് വർഷങ്ങളോളം നീതിക്ക് വേണ്ടി പോരാടിയ ആ സ്ത്രീകളാണ്. വിർജീനിയ ഗിഫ്രെ ഉൾപ്പെടെയുള്ളവർ തങ്ങൾ നേരിട്ട ഭീഷണികളെയും അവഹേളനങ്ങളെയും അതിജീവിച്ച് എപ്സ്റ്റീന്റെ കൂട്ടാളി ഗിലെൻ മാക്സ്വെല്ലിനെ 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചപ്പോൾ അത് ആ സ്ത്രീകൾക്ക് ലഭിച്ച ഭാഗികമായ നീതിയായിരുന്നു. തങ്ങളെ തകർക്കാൻ നോക്കിയ അതേ നിയമവ്യവസ്ഥയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. എപ്സ്റ്റീൻ ഫയലുകൾ നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വലിയൊരു പാഠമുണ്ട്. പണം മാത്രം കൈവശമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ലോകത്തെ നിയമങ്ങളുടെയും രാഷ്ട്രീയത്തെയും വിലക്കെടുക്കാനും കഴിയുന്നത്. ഇന്ത്യയിലായാലും കേരളത്തിലായാലും അധികാരമുള്ളവർ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന രീതികൾക്ക് എപ്സ്റ്റീന്റെ കഥ ഒരു ആഗോള ഉദാഹരണമാണ്. ഈ തരം കുറ്റവാളികൾക്ക് വളരാൻ സാഹചര്യമൊരുക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ അടയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എപ്സ്റ്റീൻ മരിച്ചു, ഗിലെൻ ജയിലിലായി, ഫയലുകൾ പുറത്തു വന്നു. എന്നിട്ടും ചില ചോദ്യങ്ങൾ ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. എപ്സ്റ്റീന്റെ പക്കലുണ്ടായിരുന്ന ആ രഹസ്യ വീഡിയോകൾ എവിടെ? അയാളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ യഥാർത്ഥ ഉറവിടം ആര്? അധികാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഇനിയും എത്ര എപ്സ്റ്റീൻമാർ ഒളിച്ചിരിപ്പുണ്ടാകും? സത്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്നെങ്കിലും തെളിഞ്ഞു വരാം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക ഒരു വില്ലന്റെ രൂപത്തിലായിരിക്കും. അയാൾ നെയ്തുകൂട്ടിയ പാപങ്ങളുടെ വലക്കണ്ണികൾ പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. അധികാരവും പണവും ഉപയോഗിച്ച് ആരെയും എന്നേക്കുമായി അടിച്ചമർത്താൻ കഴിയില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഫയലുകൾ. ഇരകളുടെ കണ്ണീരിനും പോരാട്ടത്തിനും മുന്നിൽ തകരാത്ത സാമ്രാജ്യങ്ങളില്ല. ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിക്കുമ്പോഴും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.